ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുലു ആൻഡ് ചിമ്മു. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ നാട്ടിലെത്തിയിട്ടുള്ള ഫസ്റ്റ് വീഡിയോ ആണ് ഇത്. അപ്പോൾ എന്താ പറയാ, ട്യൂസ്ഡേ എത്തി, ഇന്നിപ്പോൾ ഫ്രൈഡേ ആയി. നമ്മളെല്ലാവരും ഷോപ്പിങ്ങിന് പോവാണ്. ചെക്കൻ്റെയും പെണ്ണിൻ്റെയും ഡ്രസ്സെല്ലാം നമ്മൾ മുമ്പേ എടുത്ത്. ഇനിയിപ്പോൾ എനിക്കും ചേച്ചിക്കും പിന്നെ കുട്ടികൾക്കൊന്നും ഡ്രസ്സ് എടുത്തില്ല. അങ്ങനെ ഇപ്പൊ നമ്മള് പോവാണ്. കാറിൽ ഇതാ ഫുൾ ആളായിട്ടുണ്ട്. 2 കാറിലാണ് നമ്മൾ പോകുന്നത്. നേരെ കോഴിക്കോട് സിൽക്ക് മന്ത്രയിലോട്ടാണ് പോകുന്നത്. അപ്പൊ ഞാൻ ബാക്കി വിശേഷങ്ങളെല്ലാം അവിടെ എത്തിയിട്ട് കാണിക്കാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ ഷോപ്പ് വരുന്നത് കോഴിക്കോട് അരിടത്ത് പാലാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ നേരത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞതാണ്. അപ്പോൾ എനിക്കും അമ്മ ഓൾറെഡി സാരിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് വന്ന് കണ്ടപ്പോൾ അത് അത്ര ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അതൊന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി വന്നതാണ്. പിന്നെ അതുപോലെ കുട്ടികൾക്കും ഡ്രസ്സ് എടുക്കണമായിരുന്നു. അങ്ങനെ ഇതാ നമ്മളിത് അപ്സ്റ്റെയറിലോട്ട് പോവുകയാണ്. സാരി സെക്ഷനിലോട്ടാണ് ഫസ്റ്റ് പോകുന്നത്. പൊതുവേ നമ്മൾ റിട്ടേണിങ്ങിനൊക്കെ കൊണ്ടുപോകുമ്പോൾ എല്ലാവർക്കും ഒരു ചെറിയൊരു ചടപ്പായിരിക്കും അവിടുത്തെ സ്റ്റാഫിനൊക്കെ. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമല്ല. അത് എനിക്ക് ഡ്രസ്സ് എടുത്ത് വെച്ചിട്ട് എത്രയോ മാസമായി, എന്നിട്ടും അവർ ചേഞ്ച് ചെയ്തിടാന്നൊക്കെ പറഞ്ഞു. ഓക്കെ ആയിരുന്നേ. അപ്പം ഞാനും അമ്മയും കൂടെ സാരിയൊക്കെ നോക്കണം. അവർ കുറേ സാരി നമ്മൾ ഇഷ്ടത്തിനുള്ളത് എന്താ പറയുക കാണിച്ചു തരും. ഞാനങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചു. അപ്പോൾ അവിടുത്തെ ചേച്ചി പറഞ്ഞു നമുക്ക് ലാസ്റ്റ് എല്ലാം കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എടുത്തു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ ഞാനതെല്ലാം, പിന്നെ നമുക്കൊരു ഗ്രൂം ടു ബി പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് സ്കൈ ബ്ലൂ ആയിരുന്നു തീം. അപ്പോൾ അതിന് വേണ്ട സാരിയും കൂടെ ഞാൻ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ സാരിയല്ല ഞാൻ എടുത്തത്, ഇവിടെ നിന്ന് തന്നെയാണ് എടുത്തത്. അത് വേറെ ഒരു ടൈപ്പായിരുന്നു, റെഡി ടു വെയർ സാരി ആയിരുന്നു. പക്ഷെ ഇത് റെഡി ടു വെയർ അല്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ഇതങ്ങ് എടുത്തില്ല. റെഡി ടു വെയർ സാരി ആയിരുന്നു എടുത്തത്. അതാകുമ്പോൾ റെഡിമെയ്ഡ് ബ്ലൗസും സ്റ്റിച്ചഡ് ആയിരുന്നു, സാരിയൊക്കെ സെറ്റായിരുന്നു. അപ്പോൾ ഞാൻ അതായിരുന്നു എടുത്തത്. ഇത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇത് എനിക്കിഷ്ടമായിരുന്നേ. പക്ഷെ റെഡി ടു വെയർ അല്ലാത്തതുകൊണ്ട് മാത്രം എടുത്തില്ല. അങ്ങനെ എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ബാക്കി ഫസ്റ്റ് ഇതാണ് ഞാൻ നോക്കിയിരുന്നത്. പിന്നെയാണ് കല്യാണ സാരിയിലോട്ട് പോയത്. അപ്പോൾ ഞാൻ മാറ്റി വെച്ച സാരികളെല്ലാം ഓരോന്നായി അവരൊന്ന് ജസ്റ്റ് എനിക്ക് സെറ്റ് ചെയ്തിരുന്നുണ്ട്. അപ്പം പിന്നെ അവിടെ തന്നെ അമ്മയും ഹസ്ബൻഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരും ഞാൻ കാണിച്ചു കൊടുത്തിട്ട് ഏതാ ഇഷ്ടമുള്ളതെന്നൊക്കെ അവരും പറയുന്നുണ്ടായിരുന്നേ. പിന്നെ അവിടെ എന്ന് വെച്ചാൽ ഭയങ്കര ബിസി ആയിരുന്നു. കല്യാണ സീസൺ ആയതുകൊണ്ടാകാം ഫുൾ എല്ലാ ഏരിയയിലും നല്ല റഷായിരുന്നേ. അപ്പോൾ ഇത് അതുപോലെ സാരി ഉടുപ്പിക്കുന്നതിൽ തന്നെ നമ്മൾ 3 പേരായിട്ടാണ് നിന്നത്. വേറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, ബ്രൈഡും അല്ലാത്തവരൊക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ എൻ്റെത് അവരിങ്ങനെ സാരിയും ബ്ലൗസൊക്കെ ആയിട്ട് വെച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിതിൽ ഞാൻ ഉടുത്ത സാരിയിൽ ഏത് കളർ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ 3-4 സാരി എടുത്ത് നോക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ഏതാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നൊന്ന് പറയണേ. അപ്പോൾ ഞാനിതിൽ സെലക്ട് ചെയ്ത സാരി ഏതാണെന്ന് നിങ്ങൾക്ക് എൻ്റെ വേറെ വീഡിയോസിലൊക്കെ കണ്ടാൽ മനസ്സിലാവും. നല്ല ചൂട് സമയത്താണ് ഷോപ്പിംഗ് നടക്കുന്നത്. പിന്നെന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു പ്രത്യേകത, അവർ അടിക്കടിയായിട്ട് നമുക്ക് വെള്ളമൊക്കെ തരുന്നുണ്ട്. ലെമണും ജ്യൂസൊക്കെ ആയിട്ട് അവർ തരുന്നുണ്ട്. കുട്ടിയൊക്കെയായാലും അവർ നന്നായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നേ. അതൊക്കെ എനിക്കൊരു സ്പെഷ്യലായിട്ട് തോന്നിയ മറ്റു ഷോപ്പുകളിൽ നിന്നും. ഇപ്പോൾ അടുത്ത് എനിക്ക് പോയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സിൽക്ക് മന്ദിർ തന്നെയാണ്. അതുപോലെ ചായ ആയാലും അതുപോലെ നമുക്ക് ലഞ്ചൊക്കെ അവിടെ നിന്നായിരുന്നു. ബിരിയാണി ആയിരുന്നേ. നമ്മൾ എത്ര പേരുണ്ടായാലും കുഴപ്പമില്ല, അവർ നമുക്ക് അവിടുന്ന് ലഞ്ചൊക്കെ തരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പുറത്തോട്ട് പോകേണ്ട ആവശ്യമില്ല. രാവിലെ തൊട്ട് രാത്രി വരെ നമുക്ക് എല്ലാവർക്കും വേണ്ടത് പർച്ചേസും ചെയ്യാം, ഫുഡും അവിടെയുണ്ട്. അപ്പോൾ നമ്മളിതാ സാരിയൊക്കെ ഏകദേശം ഓൾമോസ്റ്റ് ഞാൻ ഉടുത്ത് നോക്കിയിട്ടുണ്ട്. നിങ്ങൾ ഏതാണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്.
നമ്മൾ സാരിയൊക്കെ നോക്കി കഴിയുമ്പോഴേക്കും കുട്ടികളൊക്കെ ഏകദേശം ഒന്ന് ടയേർഡായി വരുന്നുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ വേഗം അവരതും കൂടെ നോക്കി. 4 പേർക്ക് എടുക്കാനുണ്ടായിരുന്നേ. അപ്പം അവർക്ക് കൂടുതൽ നമ്മൾ ജുബ്ബ ടൈപ്പ് ഡ്രസ്സാണ് എടുത്തത്, കുർത്തി ടൈപ്പൊക്കെ. അങ്ങനെ അതുമൊക്കെ സെറ്റ് ചെയ്തതാ ക്ഷീണിച്ച് ഇരിക്കുകയാണ്. ചേച്ചീൻ്റെ ഹസ്ബൻഡ് ആയിരുന്നത്. എല്ലാവരും ടയേർഡായിട്ട് ഓരോ സൈഡിലിരിക്കുകയാണ്. ഇതാ കുട്ടികൾക്കൊക്കെ ഓരോ സൈസ്, അവരുടെ സൈസ് അനുസരിച്ച് തന്നെ നമ്മൾ എടുക്കുന്നുണ്ട്. പിന്നെ സ്റ്റാഫും ഭയങ്കര ഹെൽപ്പിംഗ് ആയിരുന്നു, അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ കുട്ടികളുടെ നോക്കിയതിന് ശേഷം നമ്മൾ പിന്നെ അവർക്ക് ഏട്ടന്മാർക്കുള്ളതും ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അവർക്കുമൊക്കെ കുർത്തിയായിരുന്നു എടുത്തത്. നല്ല നല്ല കളക്ഷൻസ് ആയിരുന്നു അവർക്കായാലും കിട്ടിയിരുന്നത്. പിന്നെ ലാസ്റ്റാണ് ചേച്ചിയുടെ സാരിയിലോട്ട് പോയത്. ആൾക്ക് വർക്ക് സാരി ആയിരുന്നു വേണ്ടത്, പാർട്ടി വെയർ ടൈപ്പ്. അങ്ങനെ ഒന്നും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ലാസ്റ്റ് അവരൊരു സാരി ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നേ. പക്ഷെ അത് ആൾ ഹെവി വർക്കാന്ന് പറഞ്ഞിട്ട് അത് എടുത്തിരുന്നില്ല, അതങ്ങ് സ്കിപ്പ് ചെയ്യായിരുന്നേ. പിന്നെ എനിക്കിത് ആ വീഡിയോ ഫുള്ളൊന്നും എടുക്കാൻ പറ്റിയില്ല, കുറേ മിസ്സായിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണേ. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു.